പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 39-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. മിക്കപ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവം വെളിപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ കൂടിയാണ്. മനുഷ്യന്റെ ശരീരത്തിലെ ചെറിയ അവയവമാണ് നാവെങ്കിലും വ്യക്തികളെ പണിയുന്നതും നശിപ്പിക്കുന്നതും അവരവരുടെ വാക്കുകൾ തന്നെയാണ്. മനുഷ്യവർഗത്തിലേക്ക് പാപം പ്രവേശിപ്പാൻ കാരണമായ ആദ്യ പ്രവൃത്തി ഹവ്വയുടെ വാക്കുകളായിരുന്നു. പഴം തിന്നരുതെന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന പാമ്പിന്റെ ചോദ്യത്തിന് തിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞു. അവൾ നുണ പറഞ്ഞതോടുകൂടി സാത്താന്റെ പ്രവൃത്തി എളുപ്പമായി തീർന്നു. വശീകരണ വാക്കുകളാൽ സാത്താൻ മനുഷ്യവർഗത്തെ പാപത്തിൽ വീഴ്ത്തിക്കളഞ്ഞു. ദൈവവചനത്തിൽ നാവ് തീക്ക് സമമാണെന്നും മനുഷ്യന്റെ വാക്കുകൾ ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നതിന് തുല്യമാണെന്നും പറയുന്നു. മനുഷ്യന്റെ വാക്കുകൾ നിമിത്തം എത്രയോ ദുരന്തങ്ങൾ ഇന്ന് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. യോബിന്റെ സ്നേഹിതന്മാർ പറഞ്ഞതെല്ലാം വ്യർത്ഥ വാക്കുകളായിരുന്നു എന്ന് താൻ സാക്ഷീകരിക്കുന്നു. ഒരു വിഷയത്തിന്റെ പിന്നാലെ ഉപദേശവും തെറ്റും ശരിയും മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും ശരിയല്ല. മിണ്ടാതിരിക്കേണ്ട സമയം മിണ്ടാതിരിപ്പാൻ ദൈവജനം പഠിക്കണം. ആലോചിക്കാതെ മറുപടി പറഞ്ഞ് പാപം വരുത്തി വെക്കാതെ വായി കടിഞ്ഞാണിട്ട് കാക്കുവാൻ നാം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ചോദ്യം കേൾക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പേ മറുപടി പറയുന്നത് അപകടകരമായിരിക്കും. പിന്നീട് ദുഃഖിച്ചിട്ട് പരിഹാരം ഉണ്ടാകണമെന്നില്ല. ഏറ്റവും അപകടകരമായ നിലകളിൽ മറ്റുള്ളവരെ, പൊതുവേ സാധുക്കളെ പ്രത്യേകിച്ചും ചതിക്കുന്ന ഉപാധിയാണ് മുഖസ്തുതിയും ചക്കരവാക്കും. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിയും സുഖിപ്പിച്ചും പലതും തട്ടിയെടുക്കുവാൻ നടക്കുന്ന വഞ്ചകന്മാർ ഉള്ള വലിയ സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സത്യത്തിനും നീതിക്കും വിരുദ്ധമായി പറയുന്ന വാക്കിനെയും ദൈവവചനം എതിർക്കുന്നു. കനാൻ നാട് ഉറ്റുനോക്കുവാൻ പോയവർ 10 പേർ പറഞ്ഞ വാക്കുകൾ നിമിത്തം അനേകർ വശീകരിക്കപ്പെടുകയും വലിയ പ്രശ്നങ്ങൾക്ക് ഇസ്രായേൽ പാളയത്തിൽ സാക്ഷിയാകുവാൻ ഇടയായി. ഒത്തിരി മനുഷ്യർ പ്രാണൻ വെടിയുവാനിടയായി. മനുഷ്യന്റെ വാക്ക് നിമിത്തം മറ്റുള്ളവരെ വ്രണപ്പെടുത്താതെ സമാധാനപരമായും ശാന്തമായും പറയുന്ന വാക്കുകൾ ഉപ്പ് ആഹാരത്തെ എങ്ങനെ രുചി വരുത്തുന്നുവോ അതുപോലെ കേൾവിക്കാരെ ആശ്വസിപ്പിക്കുവാനും തൃപ്തി വരുത്തുവാനും കഴിയുന്നതായിരിക്കുമെന്ന് വചനത്തിൽ വ്യക്തമാകുന്നു. ആകയാൽ ഈ പ്രഭാതം പ്രിയ ദൈവവേദനയെ നമ്മുടെ ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതും ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം മാനസാന്തരത്തിന് കാരണമാകുന്നതും ആയിത്തീരട്ടെ. അതിനായി ഈ പ്രഭാതം നമ്മുടെ ഓരോ വാക്കുകൾ ഉപ്പിനോടുകൂടി രുചിയുള്ളതായി തീരേണ്ടതിനായി നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ എല്ലാം മറ്റുള്ളവരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാകട്ടെ. നവോമിയുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം ഒരു രൂത്തിനെ ദൈവത്തോട് പറ്റി നിൽക്കുവാൻ ഇടയാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകളും അനേകരെ ദൈവസന്നിധിയിൽ പറ്റി നിൽക്കുവാൻ ഇടയാകട്ടെ. വാക്കുകൾ നിമിത്തം ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്നവർ അല്പവിശ്വാസികളാണ്. ആകയാൽ അല്പവിശ്വാസികളെ നാം അധികത്തിൽ വിചാരകനാക്കി നിർത്തുവാൻ നമ്മുടെ ഓരോ വാക്കുകളും കൃപയായി തീരട്ടെ എന്ന് ഈ പ്രഭാതം പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നാവ് കർത്താവേ സ്തോത്രം ഈ ദിവസങ്ങളിൽ സൂക്ഷിപ്പാൻ തക്കവണ്ണം
ദുഷ്ടൻ മുന്നിൽ ഇരിക്കുമ്പോൾ അവൻ വായി കടിഞ്ഞാണിട്ട് കാക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ വാക്കുകളും അവൻ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, പ്രത്യാശയായി തീരുവാൻ, കർത്താവ് സന്തോഷകരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും പിന്മാറിപ്പോകുവാനിടവരാതെ വാക്കുകളിൽ കർത്താവേ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, മാനുഷിക വാക്കുകളിൽ ദൈവസന്നിധി പിന്മാറിപ്പോകുവാൻ ആരെയും അനുവദിക്കല്ലേ. ഇന്ന് പകൽ എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ, രോഗശയ്യയിലായിരിക്കുന്നവർ, കർത്താവേ, ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ആമേൻ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറകളുടെ മാനസാന്തരത്തിനായി കർത്താവേ, ദൈവസഭയുടെ വിശാലതകൾക്കായി, ശുശ്രൂഷകളുടെ അനുഗ്രഹങ്ങൾക്കായി, ആമേൻ, കർത്താവേ, വെളിപ്പാടുകളും ദർശനങ്ങൾക്കും ആത്മീയ കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളുടെ മേലും സ്വർഗം അനുഗ്രഹങ്ങൾ പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരം അകറ്റമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.